السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, റമദാൻ അവസാനമാവുന്ന സമയത്ത് സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമായിട്ടുള്ള ഒരു സ്വതക്കയാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് നമുക്കറിയാം. സക്കാത്തുൽ ഫിത്ർ എന്താണ്, അതെന്തിനു വേണ്ടിയാണ്, അതെങ്ങനെയാണ് എന്നതെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കൽ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. സക്കാത്തുൽ ഫിത്ർ ആ വാക്കിൽ തന്നെയുണ്ട്. ഫിത്ർ എന്ന് പറഞ്ഞാൽ അത് തുറവയാണ്, അല്ലെങ്കിൽ വിരമിക്കലാണ്. നമ്മൾ ഇഫ്താർ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നത് നോമ്പ് തുറപ്പിക്കുന്ന സംഗമങ്ങളാണ്. എന്നതുപോലെ തന്നെ ഈദുൽ ഫിത്ർ എന്ന പേരിൽ നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നതും ഈ ഫിത്ർ അതുമായി ബന്ധപ്പെട്ടാണ്. നോമ്പിൽ നിന്നും നമ്മൾ വിരമിക്കുന്നു, അതിൽ നിന്നും ഒരു തുറവയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് സക്കാത്തുൽ ഫിത്ർ. റമദാനിൽ നിന്ന് നമ്മൾ വിരമിക്കുമ്പോൾ നമ്മളുടെ മേൽ നിർബന്ധമാകുന്ന ഒരു സ്വതക്കയാണ് സക്കാത്തുൽ ഫിത്ർ. ഇനി എന്താണ് അത് സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ? അതൊരു നിർബന്ധ ബാധ്യതയാണ്, ഫർളു ഐനാണ് അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിങ്ങളുടെ മേലും. അത് എങ്ങനെയുള്ള മുസ്ലിങ്ങൾ? അതിന് കഴിവുള്ള മുസ്ലിങ്ങൾ. ആ ഈദിൻ്റെ രാവും പകലും അന്നത്തെ ഭക്ഷണത്തിന് കഴിവുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും മേൽ ബാധ്യതയാണ്. ഓരോ കുടുംബത്തിലും സഗീർ, കബീർ, ദക്കർ, ഉൻസ ഇങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ, ആണെന്നോ പെണ്ണെന്നോ ചെറുതെന്നോ വലുതെന്നോ, എന്തിന് അന്ന് വീട്ടിൽ ജനിച്ച ഒരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെയും എണ്ണത്തിൽ ഉൾപ്പെടുത്തി അത്രയും അംഗസംഖ്യ വെച്ച് ഓരോരുത്തർക്കും ഒരു സ്വാഹ്, നമ്മളുടെ എന്താണോ നമ്മൾ ഭക്ഷിക്കുന്ന ധാന്യം, അത് സക്കാത്തായി കൊടുക്കുന്ന ഒരു രീതിയാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സ്വാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. അത് ഇന്ന് ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് 2.5 കിലോഗ്രാം, ഒരു 3 കിലോഗ്രാമിൻ്റെ ഉള്ളിൽ വരുന്ന ഒരളവാണ് സ്വാഹ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സക്കാത്തുൽ ഫിത്ർ നമുക്ക് മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. തുഹറത്തുൽ ലിസ്വാഇം മിനൽ ലഗ്വ് വറഫസ്. അതൊരു ശുദ്ധീകരണമാണ്. നോമ്പിൽ നമ്മൾ പല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാകാം. തുഹറത്തുൽ ലിസ്വാഇം, അതൊരു ശുദ്ധീകരണം, നോമ്പുകാരനുള്ള ഒരു ശുദ്ധീകരണം. മിനൽ ലഗ്വ്, അയാൾ ആ നോമ്പിൽ അയാൾക്കുണ്ടായിരുന്ന ലഗ്വ്, കളിവിനോദങ്ങൾ, വറഫസ്, അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത വിലക്കപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ അയാൾക്കൊരു ശുദ്ധീകരണം എന്നുള്ള നിലക്കാണ്. ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നത് ഏതുപോലെ എന്നാൽ നമസ്കാരത്തിൻ്റെ പോരായ്മക്ക് വേണ്ടി നമ്മൾ സഹവിൻ്റെ സുജൂദ് നിർവഹിക്കാറുണ്ട്. അതുപോലെ അവർ താരതമ്യം ചെയ്യുന്നു. നമ്മളുടെ നോമ്പിൻ്റെ പോരായ്മകൾ, അത് ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് സക്കാത്തുൽ ഫിത്റിനെ അറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ ഹുക്കം എന്താണ് നമ്മൾ പറഞ്ഞു? അത് വാജിബാണ്. നമ്മളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? 4 അംഗങ്ങളുണ്ടെങ്കിൽ ആ 4 പേർക്കും കൂട്ടിയിട്ട്, നമുക്കിന്ന് മഹല്ല സംവിധാനങ്ങളിൽ അത് ഒന്നിച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ അതിൽ പങ്കാളികളാവുക നിർബന്ധമായും. നമ്മളുടെ ഓരോരുത്തർക്ക് ആളൊന്നൊക്കെ എത്രയാണോ അത് ആ അംഗസംഖ്യക്കനുസരിച്ച് കൃത്യമായി അത് നമ്മൾ കൊടുക്കുക. അത് ആർക്കാണ് കൊടുക്കേണ്ടത്? സക്കാത്തിന് അർഹരായിട്ടുള്ള ഫുഖറാ വൽ മസാക്കീൻ, ഫക്കീറുമാരും മിസ്കീന്മാരും, ദരിദ്രരും അഗതികളും, അവർക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ മുൻഗണന ഉള്ളത് എന്ന് തന്നെയല്ല, അവരാണ് അതിൻ്റെ അവകാശികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും ഈ ഫക്കീറുമാർ അവരെ എളുപ്പത്തിൽ കണ്ടെത്താറുണ്ട്. പക്ഷെ മിസ്കീന്മാരെ പലപ്പോഴും എന്തുകൊണ്ടോ അത് വളരെ സൂക്ഷ്മമായി അറിയുന്ന ആളുകൾക്ക് ഈ മിസ്കീന്മാരെ മനസ്സിലാകും. കാരണം ആളുകളുമായി അത്രയും ബന്ധമുള്ള, അടുപ്പമുള്ള ആളുകൾക്കാണ് ആരാണ് മിസ്കീൻ, ആരാണ് അഗതി എന്ന് മനസ്സിലാവുക. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അറിവില്ലാത്ത ആളുകൾ ഒരു പക്ഷേ ഈ മിസ്കീന്മാരെ കണ്ടാൽ അവർ ഖനീകളാണെന്ന് ധരിച്ചു പോകും. അവർ നല്ല ധനികരാണെന്ന്
കൃത്യമായി അവരെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഒരു പക്ഷേ കരുതിപ്പോകും. ചിലപ്പോൾ അവരുടെ വേഷവും അതുപോലെ അവരുടെ ചുറ്റുപാടും കാണുമ്പോൾ അവർ ആവശ്യക്കാരല്ല എന്ന് അറിവില്ലാത്ത ആളുകൾ കരുതിപ്പോകും. പക്ഷേ അങ്ങനെയല്ല. സത്യം മിസ്കീനുമാർ അവരെ കണ്ടെത്തുക തന്നെ വേണം. ആളുകളെ ചോദിച്ചവർ ബുദ്ധിമുട്ടിക്കില്ല, പക്ഷേ അവർ ആവശ്യക്കാരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ സമയമാണ്. ഏതാണ് അതിൻ്റെ സമയം? അത് നിർബന്ധമാകുന്ന സമയം റമദാനിലെ അവസാനത്തെ രാത്രിയാണ്. ആ രാത്രി മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി അത് കൊടുത്തു വീട്ടണമെന്നാണ്. അതിന് മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ നമസ്കാരത്തിന് ശേഷം അത് കൊടുത്താൽ അതൊരു സ്വതക്ക മാത്രമായി പരിഗണിക്കപ്പെടും. അതിന് മുമ്പാണെങ്കിൽ മാത്രമാണ് അത് സക്കാത്തായിട്ട് പരിഗണിക്കപ്പെടുക എന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിഞ്ഞ രീതിയിൽ തന്നെ അതിനെ ഒരു നിർബന്ധ ബാധ്യതയായി തന്നെ നമ്മൾ കണ്ട് നിസ്സാരമായി കാണാതെ അതിൽ പങ്കാളികളാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.